കൊല്ലത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് ചെഗുവേര തുരുത്ത്. ചെഗുവേര തുരുത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എന്നാൽ സാമ്പ്രാണിക്കോടി തുരുത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതിനെക്കുറിച്ച് ധാരാളം വാർത്തകൾ ആ നിലയ്ക്ക് സാമ്പ്രാണിക്കോടി തുരുത്ത് എന്ന് മട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് വളരെ വേഗത്തിൽ നഗരത്തിൽ നിന്ന് ഈ തുരുത്തിൽ എത്താൻ കഴിയും. ടൂറിസം വകുപ്പിൻ്റെ മികച്ച ക്രമീകരണമാണ് ഇതിന് പിന്നിൽ. സംഗതി സൂപ്പറാണ്. കണ്ടൽക്കാടുകളാൽ സമ്പന്നമാണ് അഷ്ടമുടിക്കായലും പരിസരവും. എന്നാൽ വേണ്ടത്ര ടൂറിസം സാധ്യതകൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. ചെഗുവേര തുരുത്തെന്ന സാമ്പ്രാണി തുരുത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അഷ്ടമുടിക്കായലിനെ ഏറ്റവും മനോഹരമാക്കുന്നത് കായലിന് നടുവിലുള്ള ഈ ചെറിയ തുരുത്തുകളാണ്. ഇതിൽ ഏറ്റവും സുരക്ഷിതമായ തുരുത്താണ് ചെഗുവേര തുരുത്ത്. ചെഗുവേരയുടെ ചിത്രം ആലേഖനം ചെയ്ത കൊടി തുരുത്തിൽ സ്ഥാപിച്ചതോടെ ഇവിടം ചെഗുവേര തുരുത്തായി. കാലക്രമേണ തുരുത്തിൽ ടൂറിസം ആരംഭിച്ചതോടെ ഇത് സാമ്പ്രാണിക്കൊടിയായി. അഞ്ചാലമ്മൂട് പ്രാക്കുളം വഴിയായിരുന്നു ആദ്യം തുരുത്തിൽ എത്തിയിരുന്നതെങ്കിൽ ഇന്ന് ബൈപ്പാസിൽ നിന്ന് കുരീപ്പുഴ പള്ളിയുടെ പിറകിലെത്തിയാൽ ബോട്ടിൽ 2 മിനിറ്റ് കൊണ്ട് തുരുത്തിലെത്താം. കൂടാതെ നഗരത്തിൽ നിന്ന് DTPC ബോട്ടുകളുമുണ്ട്. പ്രകൃതി അതിന്റെ ചന്തം നിറച്ചുവെച്ച പ്രിയപ്പെട്ട ഇടമാണ് ഇവിടം. തുരുത്തിലെത്തിയാൽ മുട്ടറ്റം വെള്ളത്തിൽ ചുറ്റിയടിക്കാം, മീനും ഞണ്ടും പിടിക്കാം, കക്കയും ചിപ്പിയും പെറുക്കാം. ഇതിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു കായൽ. അത് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലായിട്ട് യാതൊന്നുമില്ല. രണ്ടാമത് 2 വയസ്സുള്ള കുഞ്ഞിന് പോലും ധൈര്യമായിട്ട് നമുക്ക് ഇറക്കിയിട്ട് കളിക്കാം. നീന്തൽ പഠിപ്പിക്കാം. അതേപോലെ നല്ല സുരക്ഷിത തീരം, സുന്ദര തീരം എന്നാണ് സാമ്പ്രാണിക്കൊടി അയലിനെ പറ്റി പറയുന്നത്. ഇത്രയും സുന്ദരമായ ഒരു തീരവും അതേ കണക്ക് സുരക്ഷിതമായ, അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ, ഫാമിലികൾ ഇവിടെ കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ സന്തോഷം, അവർ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന ആ സന്തോഷം കാണാനാണ്. അതിൻ്റെ ഇതാണ് ഇത്രയും കൂടുതൽ പ്രസക്തി ആവാൻ കാര്യം. മഞ്ഞക്കണ്ടൽ ഉൾപ്പെടെ 9 ഇനം അപൂർവ കണ്ടൽ ചെടികൾ ഇവിടെ തഴച്ചു വളരുന്നുണ്ട്. ജലപ്പരപ്പിന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന കണ്ടൽ വേരുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുക കാഴ്ചയാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ ഇവിടേക്ക് വള്ളത്തിൽ വരാം. സന്ധ്യയ്ക്ക് മുൻപ് മടങ്ങണം. സൂര്യാസ്തമയം കാണാനും ധാരാളം പേർ ഇവിടെ വരാറുണ്ട്. കടലും കായലും ഒന്നാകുന്ന കാഴ്ച കണ്ട് കായൽക്കാറ്റേറ്റ് അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ പറ്റിയൊരിടമാണ് ഇന്ന് സാമ്പ്രാണിക്കൊടി. ന്യൂസ് മലയാളം, കൊല്ലം.